നല്ല മിടുക്കിയായിട്ടുണ്ടായിരുന്നു അല്ലേ? ഗംഭീരായിട്ടുണ്ട്. അപ്പൊ നല്ലൊരു സോങ് സെലക്ഷൻ ആയിരുന്നു. അത് തന്നെ മനസ്സിന് അതിപ്പോ വേറൊന്നും നോക്കണ്ടല്ലോ. അവിടെ പാട്ടിന്റെ ആസ്ഥാന അല്ലെ, ആസ്ഥാന ഗായകൻ വീട്ടിലുള്ള സമയത്ത് ഉറപ്പായിട്ടും അത്തരത്തിലുള്ള പാട്ടുകളും അല്ലെങ്കിൽ പാട്ടിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഉപ്പ അങ്ങനെ ഒരു എൻകറേജ് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. അപ്പൊ ഞാനിപ്പോ ഓർക്കുന്നുണ്ട്, ഞങ്ങള് ഷാർജയിൽ ഒരു പ്രോഗ്രാമിന് പോയപ്പം അൻവർക്ക ഞങ്ങളുടെ പ്രോഗ്രാമിന്റെ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും അതൊരു ചെറിയൊരു പ്രോഗ്രാം ആയിരുന്നു. അതിന് സൗണ്ടിന് കുറേ പ്രോബ്ലംസ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രാമുകൾ ഇങ്ങനെ സൗണ്ട് കട്ടായി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അൻവർക്കാക്കി ഇത് കുറേ പ്രാവശ്യം ഫേസ് ചെയ്തൊക്കെ വന്നിട്ടുള്ള ഒരാളായതുകൊണ്ട് പുള്ളിക്ക് അതൊന്നും പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു കാര്യം ചെയ്യാം, ഞാൻ വേറൊരു സാധനം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പെൻഡ്രൈവ് വാങ്ങുന്നു. പിന്നെ അത് കഴിഞ്ഞ് പുള്ളിയുടെ മൊബൈലിലേക്ക് വാങ്ങിയിട്ട് ചിലപ്പോൾ ഇങ്ങനെ ചെയ്താൽ വർക്കാവും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും സ്വന്തം വീട്ടിൽ അപ്പോൾ അത് എത്രത്തോളം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് നമ്മൾ അൻവറിക്കയും അതുപോലെ ഇതെല്ലാം പഠിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന അനീതിക്കുട്ടി, എല്ലാവർക്കും ഞങ്ങൾ ഈ ഒരു അവസരത്തിൽ താങ്ക്സ് പറയാണ്.